വയനാട്ടിലുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെയും പുറം നാട്ടിലുള്ളവരുടെയും വലിയ സഹകരണത്തോടെയും സഹായത്തോടെയും മഹാനായ സുൽത്താനുൽ ഉലമ ശൈഖുന ഉസ്താദ് അവറുകളുടെ അതുപോലെ നമ്മുടെ നേതാക്കളുടെ എല്ലാവരുടെയും പിന്തുണയോടെ നമ്മുടെ സംഘടനകളുടെയും സംഘടനാ പ്രവർത്തകരുടെയും നേതാക്കളുടെയും പ്രവർത്തകരുടെയും എല്ലാം ഒത്തൊരുമിച്ചുള്ള ശ്രമഫലമായി മദീനത്തുൻ നസീഹ ഇവിടെ സ്ഥാപിക്കപ്പെടുകയും ഇപ്പോൾ 10 വർഷം പൂർത്തീകരിച്ച് ഉസ്താദിൻ്റെ അടുക്കൽ വെച്ച് ഓതിപ്പടിച്ച മുതഅല്ലിമീങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹീതമായ സദസ്സിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ഈ സദസ്സും ഈ സ്ഥാപനവും ഈ സംരംഭവും നമ്മുടെ എല്ലാ അമലുകളും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുന്ദരായ റയീസുൽ ഉലമ ഉസ്താദ് അവറുകളും ബദറുസാദാത്ത് തങ്ങളവറുകളും അങ്ങനെ പലരും ഈ പരിപാടിയിൽ നമ്മളോട് സംസാരിക്കാനുണ്ട്. അർഹമർ റഹീമീനായ റബ്ബ് എല്ലാവർക്കും നമുക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിൻ്റെ ജീവനാണ് അറിവ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ലോകത്ത് ഏറ്റവും അറിവുള്ള നേതാവ്. അവിടുത്തെ അറിവ് അളക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ്. അതാണ് ഇമാം ബുസ്രി റഹ്മത്തുള്ളാഹി അലൈഹി فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم എന്ന് പറഞ്ഞു. എല്ലാ വിഷയങ്ങളും എല്ലാ അറിവുകളും രേഖപ്പെടുത്തിയിട്ടുള്ള സൃഷ്ടിയാണ് ലൗഹ്. അവിടെയുള്ള അറിവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവുമായി തുലനം ചെയ്യുമ്പോൾ നബി തങ്ങളുടെ അറിവ് അതിനേക്കാൾ കൂടുതലാണ് എന്നാണല്ലോ ആ വരി സൂചിപ്പിക്കുന്നത്. അങ്ങനെ ലോകത്ത് ഏറ്റവും അറിവുള്ള നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനധികം പറയണം. 7 ആകാശത്തിൻ്റെയും അപ്പുറം പോയി നേരിൽ വിവരം നൽകപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അളീമ. ആവശ്യമുള്ള എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടോ അങ്ങേക്ക് അറിയാത്തത് മുഴുവനും അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബിയെ. അങ്ങേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ബഹുമാനവും ആദരവും ഔദാര്യവും അത് വളരെ ഗംഭീരമാണ്, വളരെ മഹത്വമേറിയതാണ് എന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ച ലോകത്ത് ഏറ്റവും വലിയ വിവരമുള്ള നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന എന്തെല്ലാം പുതിയ പുതിയ വിഷയങ്ങളുണ്ടോ അതിൽ പലതും 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്തിനധികം പറയണം, ഇന്ന് ഇപ്പോൾ ഇവിടെ ക്യാമറ പ്രവർത്തിക്കുകയാണ്. നമ്മളുടെ വീടുകളിലും റോഡുകളിലുമൊക്കെ നിറയെ ക്യാമറകളാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അങ്ങനെ ഒരു ക്യാമറ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടമാണ്. പക്ഷേ അവിടുന്ന് പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാം,
അന്ത്യനാൾ വരുമ്പോൾ രാവിലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, വൈകുന്നേരം അദ്ദേഹം വീട്ടിലേക്ക് ആഗതനാകുന്നു. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ എന്തെല്ലാം നടന്നു എന്ന കാര്യങ്ങൾ മുഴുവനും വെറും കേവലം ചെരിപ്പ് വടി പോലെയുള്ള ജീവനില്ലാത്ത വസ്തുക്കൾ അദ്ദേഹം വീട്ടിൽ വന്നാൽ പറഞ്ഞു കൊടുക്കുന്ന കാലഘട്ടം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, ഒരു ക്യാമറയും ഒരു ടൈപ്പ് റിക്കാർഡും ഒരു സാധനവും അന്ന് ലോകത്ത് ചിന്തിക്കാത്ത കാലമാണ്. ജീവനില്ലാത്ത വസ്തുക്കൾ വീട്ടിൽ വന്നാൽ വീട്ടിൽ നടന്ന സംഭവങ്ങൾ വിവരിച്ചു കൊടുക്കുമെന്ന് ഇമാം ഖതീബ് തിബരീസി റളിയല്ലാഹു അൻഹു, എൻ്റെ മുന്നിലിരിക്കുന്ന മുതഅല്ലിമീങ്ങൾ മിസ്കാത്ത് ഓതിയവരായിരിക്കും. അവർ മിസ്കാത്തിൽ മഹാനവറുകൾ എടുത്തുദ്ധരിച്ച ആ ഹദീസ്, അത് ഏകദേശം 1000ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്ന് ഒരു മനുഷ്യൻ, ഞാൻ ആട്ടിനെ മേച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ആട്ടിനെയും പിടിച്ച് ചെന്നായ പോയപ്പോൾ ഞാൻ ആ ചെന്നായയുടെ പിന്നാലെ പോയി എൻ്റെ ആട്ടിനെ മോചിപ്പിച്ചെടുത്തപ്പോൾ ആ ചെന്നായ എന്നോട് സംസാരിച്ചു. ആ സംസാരിച്ചത് അങ്ങകലെ മദീന ശരീഫിനെ സംബന്ധിച്ച് പറഞ്ഞു. അവിടെ ഒരാൾ വരുന്നതും കഴിഞ്ഞതുമായ വിവരങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു. അവിടെയാണ് അത്ഭുതം, എൻ്റെ സംസാരത്തിലല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ചെന്നായ വിവരം തന്നതനുസരിച്ചാണ് ഞാൻ വന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടത് അങ്ങയെയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെന്നായ സംസാരിക്കുന്നതൊന്നുമല്ല, അതിനേക്കാളെല്ലാം അപ്പുറം ജീവനില്ലാത്ത വസ്തുക്കൾ വീട്ടിൽ നടന്ന സംഭവങ്ങൾ വിവരിച്ചു കൊടുക്കുന്ന കാലം വരും എന്ന വാചകം പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ അന്ത്യനാൾ വരെ വരുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യമായ എല്ലാ അറിവും നൽകിയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും വലിയ അറിവുള്ള നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അവിടുന്ന് പഠിപ്പിച്ച ദീൻ അള്ളാഹുവിൻ്റെ ദീനാണ്. ആ ദീൻ ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ ദീനാണ്. അതേ ദീനിൻ്റെ തഅരീഫ്, നിർവചനം തുഹ്ഫയിൽ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത് തന്നെ വദഉൻ ഇലാഹിയ്യുൻ സായിഖുൻ ലിദവിൽ ഉഖൂലി ബിഖ്തിയാരിഹിമുൽ മഹ്മൂദി ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്ത്. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വദഉൻ ഇലാഹിയ്യുൻ, ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന ഇലാഹായ അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ളതാണ്. വദഉൻ ഇലാഹിയ്യുൻ സായിഖുൻ ലിദവിൽ ഉഖൂൽ, ബുദ്ധിയുള്ളവരെ മുഴുവനും ആ ദീൻ നയിക്കുന്നു. ബിഖ്തിയാരിഹിമുൽ മഹ്മൂദ്, ആരെയും വാള് കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടല്ല, തോക്ക് ചൂണ്ടിയിട്ടല്ല, ഭീകരപ്രവർത്തനത്തിലൂടെയല്ല, അക്രമങ്ങളിലൂടെയല്ല. ബിഖ്തിയാരിഹിമുൽ മഹ്മൂദ്, സ്തുത്യർഹമായ ചോയ്സ് നൽകി. അതേ ഓരോരുത്തരും ചിന്തിച്ച് ഗ്രഹിക്കാൻ പറ്റുന്ന വിധത്തിലാണ് അള്ളാഹുവിൻ്റെ ദീനുള്ളത്. ബിഖ്തിയാരിഹിമുൽ മഹ്മൂദ്, ആരെയും ആക്രമിച്ച് കടത്തുന്ന മതമല്ല ദീൻ. അതേ ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്ത്, യഥാർത്ഥത്തിൽ നന്മ അത് ഈ ഭൗതികമായ ലോകത്തും പാരത്രികമായ ലോകത്തും സർവ വിഷയത്തിലും നന്മ ലഭിക്കാൻ അല്ലാഹു തആല സ്ഥാപിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളും അതിൻ്റെ കർമ്മങ്ങളും അതിൻ്റെ ആചാരങ്ങളുമെല്ലാം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ നബിതങ്ങളിൽ നിന്ന് അവകൾ പഠിച്ചെടുക്കാൻ വേണ്ടി മറ്റ് പല വിഷയങ്ങളും മാറ്റിവെച്ച് അതേ നബിതങ്ങളുടെ കൂടെ തന്നെ കൂടിയ മുതഅല്ലിമീങ്ങൾ, അതാണല്ലോ അഹ്ലുസ് സുഫ എന്ന് പറയുന്നത്. അവർക്ക് മദീന നിവാസികൾ ഭക്ഷണം കൊടുത്തു, അവരെ സംരക്ഷിച്ചു, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. ആ അഹ്ലുസ് സുഫ
അവർ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആ സഹാബികൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ചെടുത്തു. അവർ ലോകത്തത് വിതരണം ചെയ്യാൻ പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും അതേപോലെ അവരിൽ പലരും പല സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പ്രചരിപ്പിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലും അൽഹംദുലില്ലാ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എത്തിച്ചേർന്നു. നമുക്കറിയാം, നിങ്ങൾ വയനാട്ടുകാരാണ്. വയനാട്ടിൽ ധാരാളമായി കൃഷി ചെയ്യുന്ന ഒരു വസ്തുവാണ് ഇഞ്ചി എന്ന് പറയുന്നത്. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇഞ്ചിയെ പരാമർശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അഹ്ദാ മലിക്കുൽ ഹിന്ദി ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജറത്തൻ ഫീഹാ സഞ്ചബീൽ. അതേ, ഇഞ്ചി അടക്കം ചെയ്ത ഒരു പീപ്പ അല്ലെങ്കിൽ ഒരു ഭരണി അല്ലെങ്കിൽ ഒരു കുപ്പി, അതുപോലുള്ളൊരു വസ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്ത്യയിലെ രാജാവ് ഹദിയ കൊടുത്തു. ഫഖതഅഹാ ഖിത്അതൻ ഖിത്അതൻ, അത് കഷ്ണം കഷ്ണമാക്കി നുറുക്കി മുറിച്ചതിന് ശേഷം വഅതാനി മിൻഹാ ഖിത്അ, ഒരു കഷ്ണം എനിക്കും തന്നു എന്ന് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നു. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം. ഇഞ്ചി എന്ന് പറയുന്നത് വലിയ ഔഷധവീര്യമുള്ള ഒരു വസ്തുവാണ്. അതേ, ഇഞ്ചി പച്ചയായി തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഉണങ്ങിയാൽ അതിൻ്റെ പേര് ചുക്ക് എന്നാണ്. ഒന്നും അറിയാത്തവരും ഒരു ചുക്കും അറിയാത്തവരും ചുക്ക് എന്ന് പറഞ്ഞാൽ ഇഞ്ചിയാണ് എന്നറിയാം. ആ ഇഞ്ചി എന്ന് പറയുന്ന സാധനം ചുക്കില്ലാത്ത മരുന്നില്ല എന്നാണ് പഴയ കാലത്ത് പറയാം. വലിയ ഔഷധവീര്യമുള്ള വസ്തുവാണ്. ആ ഔഷധവീര്യമുള്ള വസ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ഹദിയയായി കൊണ്ട് കൊടുത്തു എന്നാണ് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നത്. അങ്ങനെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതലേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആശയം ഇന്ത്യ രാജ്യത്തേക്ക് വന്നിട്ടുണ്ട്. അന്ന് മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തും അവരുടെ പിൻഗാമികളുമായ മഹാന്മാർ ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാം യാതൊരു മാറ്റവുമില്ലാതെ കൃത്യമായി പഠിപ്പിച്ചു വരുന്നുണ്ട്. അതിനെല്ലാം നേതൃത്വം കൊടുത്തത് ഈ രാജ്യത്ത് വരികയും പ്രവർത്തിക്കുകയും ചെയ്ത ആലിമീങ്ങളാണ്, പണ്ഡിതന്മാരാണ്. കാരണം പണ്ഡിതന്മാരാണ് ദീൻ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ അത്വീഉല്ലാഹ വഅത്വീഉർ റസൂല വഉലിൽ അംരി മിൻകും. അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കണം. വഉലിൽ അംരി മിൻകും, നിങ്ങളിൽ കാര്യത്തിൻ്റെ ഉടമകളെ അനുസരിക്കണം. ആ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് കാണാം. ഏറ്റവും പ്രധാനമായും ഉലുൽ അംർ കൊണ്ട് ഉദ്ദേശം ഉലമാക്കളാണ്, ആലിമീങ്ങളാണ്. കാരണം ഭരണാധികാരികളെ അനുസരിക്കേണ്ടതുണ്ട്, പക്ഷേ ഭരണാധികാരികളും കൂടി അനുസരിക്കേണ്ടവരാണ് ആലിമീങ്ങൾ എന്ന് പറയുന്നത്. കാരണം അവർക്കാണ് അറിവുള്ളത്. അറിവുള്ളവർക്ക് എപ്പോഴും ബഹുമാനമുണ്ട്. ഖുർആൻ പറഞ്ഞില്ലേ, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാണോ? ചോദിക്കൂ നബിയെ, ഒരിക്കലും തുല്യമല്ല. അതുകൊണ്ട് തന്നെ ആലിമീങ്ങൾ പറയുന്നത് സ്വീകരിച്ചുകൊണ്ടാണ് സാധാരണക്കാർ അല്ലാത്തവർ ജീവിക്കേണ്ടത് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഞാൻ പറയട്ടെ, ഇവിടെ കാപ്പി കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഈ കാപ്പിയെ സംബന്ധിച്ചും അതിൻ്റെ കൃഷിയെ സംബന്ധിച്ചും വിവരമുള്ളവർ പറയുന്നതനുസരിച്ചാണ് കാപ്പി കൃഷി ചെയ്യേണ്ടത്, അതിൽ സംശയം ഇല്ല. നിങ്ങൾ കാപ്പി കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് വളരുമ്പോൾ അവിടെ ഒരു ചെറിയ പരിപാടിയുണ്ട്. അതെന്താണ്? അതിന് കവാത്തെടുക്കുക എന്നാ പറയാം. കവാത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ പരിപാടി? ആ കാപ്പിയുടെ കുറേ കമ്പുകൾ തട്ടിക്കളയുകയാണ്. വാസ്തവത്തിൽ ഇത് കാണുമ്പോൾ പെട്ടെന്ന് തോന്നുക വളരുന്ന ഒരു സസ്യത്തെ മുറിച്ച് കളയുന്നു എന്നാണ്. പക്ഷേ അത് കവാത്ത് ശരിക്കെടുക്കുമ്പോഴേ ഈ കാപ്പി കൊണ്ട് കാര്യമായ ഫലമുണ്ടാവുകയുള്ളൂ എന്നത് അതിനെ സംബന്ധിച്ച് അറിയുന്നവർക്ക് പറയാൻ സാധിക്കും. നേരെ മറിച്ച് അതിനെ സംബന്ധിച്ച് വിവരമില്ലാത്തവനോ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സസ്യം മുറിച്ച് കളയുന്നു, അത് തട്ടിക്കളയുന്നു എന്ന നിലക്ക് അതിനെതിരായി നീങ്ങും, സ്വാഭാവികമാണ്. ഇതേപോലെ സുഹൃത്തുക്കളെ, ധാരാളം കപ്പക്കിഴങ്ങ്, അതേ മരച്ചീനി കൃഷി ചെയ്യാറുണ്ട്. അങ്ങനെ മരച്ചീനി കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ തണ്ടുകൾ, അതിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടുപോയി
നിലത്ത് ഊന്നി വെച്ചിട്ടാണ് ആ കൃഷി നടത്തുന്നത്. അങ്ങനെ വെക്കുമ്പോൾ ഒരാൾ അതിൻ്റെ തണ്ട് വെക്കുമ്പോൾ നേരെ തല തിരിച്ച് വെച്ചാലോ, അഥവാ ഇളംതല മേലെ താഴെയും മുതുതല മേലെയുമാക്കി വെച്ചാലോ അത് അവിടെ കിഴങ്ങുണ്ടാവില്ല എന്നല്ല, അത് മുളക്കന്നില്ല. ഓരോന്നിനും ആവശ്യമായ അറിവ് വേണം. കൃഷി ചെയ്യാൻ ആവശ്യമായ അറിവ് വേണം, ബിൽഡിംഗ് നിർമ്മിക്കാൻ ആവശ്യമായ അറിവ് വേണം, അതേപോലെ ചികിത്സിക്കാൻ ആവശ്യമായ അറിവ് വേണം, അതുപോലെ ഒരു വ്യവഹാരം നടത്താനും അതേപോലെ കച്ചവടം ചെയ്യാനും അങ്ങനെ ഏത് വിഷയത്തിലും ആവശ്യമായ അറിവ് വേണം. അതിലാർക്കും സംശയമില്ല. അറിവിന് ബഹുമാനമുണ്ട് എന്നതിലും ആർക്കും സംശയമില്ല. അത് മനസ്സിലാകണമെങ്കിൽ ഒന്നും അറിയാത്ത ഒരു മനുഷ്യനെ നിങ്ങൾ വിവരമില്ലാത്തവനെ എന്ന് വിളിച്ചാൽ അവന് ദേഷ്യം പിടിക്കും. കാരണം വിവരമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ഒരു മോശമാണ് എന്ന് എല്ലാ വിവരമില്ലാത്തവനും വിവരം ഉണ്ട്. അങ്ങനെ വിവരം എന്നത് ഏറ്റവും വലിയ ഒരു മഹത്വമാണ് മനുഷ്യൻ്റെ. അതുകൊണ്ടാണല്ലോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിന് ഇൽമു കൊടുത്തുകൊണ്ടാണ് ആദരിച്ച് ആദരവ് പ്രകടിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ അറിവ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അറിവിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അറിവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണം ചെയ്ത അറിവാണ്. അമ്പിയാക്കൾ വിതരണം ചെയ്ത അറിവാണ്. ആ അറിവ് നേടിയെടുക്കാൻ വേണ്ടി നാടും വീടും വിട്ട് മറ്റെല്ലാ വിഷയങ്ങളും കൈയൊഴിച്ച് അതിനായി മെനക്കെട്ട് പഠിച്ച മുതഅല്ലിമീങ്ങൾ അവർ എന്തായിരുന്നാലും ആദരവിന് അർഹരാണ്. ആ മുതഅല്ലിമീങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാർ അവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നൽ ഇലാഹ വ അഹ്ല കുല്ലി സമാഇഹി വൽ അർളി ഹത്തൽ ഹൂതി മഅനം ലിൽ ഫലാ കുല്ലുൻ യുസല്ലി യാ ഹബീബു അലല്ലദീ ഖദ് അല്ലമൽ ഖൈറൽ ഉനാസ് മുഹ്സലാ. നമുക്കറിയാം അള്ളാഹു അനുഗ്രഹം ചെയ്യുന്നു ആലിമീങ്ങൾക്ക്. അതേപോലെ മലക്കുകൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആലിമീങ്ങൾക്ക്. വാഹില കുല്ലി സമാഇഹി എല്ലാ ആകാശത്തുമുള്ളവർ, വൽ അർളി ഭൂമിയിലുള്ള, ഹത്തൽ ഹൂത് കടലിലുള്ള മത്സ്യങ്ങൾ വരെ, മാനം ലിൽ ഫലാ ഇഴഞ്ഞു പോകുന്ന ഉറുമ്പുകൾ വരെ ആലിമീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നു. ഇത് ഹദീസിൽ വന്നത് മഹാനായ സൈനുദ്ദീൻ അൽ മഹ്മൂദി റളിയല്ലാഹു അൻഹു കിതാബുൽ അദ്കിയയിൽ ബൈത്തായി ചൊല്ലിയെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എല്ലാ സൃഷ്ടികളും പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ് ആലിമീങ്ങൾ എന്ന് പറയുന്നത്. ആലിമീങ്ങൾ രണ്ട് വിധമുണ്ട്, ഉലമാ ഉൽ ആഖിറ, ഉലമാ ഉസ്സൂ. ഇങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാർ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട്, അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇൽമ് പ്രചരിപ്പിക്കുന്നവരും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ ഇൽമനുസരിച്ച് ജീവിക്കുന്നവരും അവരാണ് ഉലമാ ഉൽ ആഖിറ, ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആലിമീങ്ങൾ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സാലിഹീകളിൽ പെടുത്തി തെരുമാറാകട്ടെ. അതേസമയത്ത് ഉലമാ ഉസ്സൂ ഉണ്ട്. അവർക്ക് പറയുന്നത് ശരിയാകണം എന്നില്ല. അതേപോലെ തന്നെ ജനങ്ങൾ പിഴച്ചു പോകുന്നതിൽ അവർക്കൊരു പ്രശ്നവും ഇല്ല. ജനങ്ങൾക്ക് കൺഫ്യൂഷനായി പോകുന്നതിൽ അവർക്ക് പ്രശ്നം ഇല്ല. ആളുകളെ ഈമാൻ തെറ്റിപ്പോകുന്നതിൽ അവർക്ക് പ്രശ്നം ഇല്ല. അവർ തന്നെയും സ്വയം പിഴച്ചു പോകുന്നതിലും അവർക്ക് പ്രശ്നം ഇല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖിയാമത്ത് നാൾ അടുത്ത് വരുമ്പോൾ യുഖ്ബദൽ ഇൽമു, ഇൽമു പിടിക്കപ്പെടും. അതെന്തുകൊണ്ടാണ്? ബിഖബ്ദിൽ ഉലമാ, ആലിമീങ്ങളെ അല്ലാഹു തആല മരിപ്പിച്ച് ആലിമീങ്ങളെ പിടിച്ചെടുക്കൽ കൊണ്ടാണ്. അങ്ങനെ പോയി അവസാനം ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ, അല്ലെങ്കിൽ ഹത്താ ഇദാ ലം യബ്ഖ ആലിമുൻ, രണ്ട് വിധത്തിലും സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് നുസ്ഖ കാണാൻ കഴിയും എന്ന് ഞാൻ ഓർക്കുന്നു. അതാ ഒരൊറ്റ ആലിമും ഒരു യഥാർത്ഥ പണ്ഡിതനും ലോകത്തില്ലാത്ത ഒരു കാലഘട്ടം വരും. യഥാർത്ഥ പണ്ഡിതൻ എന്ന് പറയുന്നത് ആർക്കാണ്? അത് മുജ്തഹിദുകളായ ഇമാമീങ്ങൾക്കാണ്. അല്ലാത്തവർ അവർ പറയുന്നത് നോക്കി പറയാനേ അവർക്ക് പറ്റുള്ളൂ. മുജ്തഹിദുകളായ ഇമാമീങ്ങളാണ് യഥാർത്ഥ പണ്ഡിതന്മാർ. അവർക്ക് പരിശുദ്ധ ഖുർആൻ നോക്കി നിയമം പറയാൻ കഴിയും, അതേപോലെ ഹദീസ് നോക്കി പറയാൻ കഴിയും. അവർക്ക് അഗാധമായ പാണ്ഡിത്യമുണ്ട്, അറബി ഭാഷയിൽ വലിയ അഗാധമായ പാണ്ഡിത്യമുണ്ട്. അതേപോലെ ഖുർആനും ഹദീസും ഒക്കെ മനസ്സിലാക്കാനുള്ള അറിവുണ്ട്.
പോരാ, ആ ഖുർആനും ഹദീസും കൃത്യമായി മനസ്സിലാക്കിയ സഹാബത്തിൻ്റെ ജീവിതം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, സഹാബത്തിൻ്റെ ഫത്വകൾ അവർ പഠിച്ചിട്ടുണ്ട്, സഹാബത്ത് നടപ്പാക്കിയതിനെക്കുറിച്ച് അവർക്ക് വിവരമുണ്ട്. അങ്ങനെ ആ 3 നൂറ്റാണ്ടുകളിൽ ജീവിച്ച മുജ്തഹിദുകളായ ഇമാമീങ്ങൾ, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ വലിയ മഹാന്മാർ, ആ മഹാന്മാർ അവർ മുജ്തഹിദുകളായ ഇമാമീങ്ങളാണ്. അവർ പറഞ്ഞതനുസരിച്ച് പറയാനേ അതിൻ്റെ ശേഷമുള്ള പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടുള്ളൂ. കാരണം അവരുടെ ഇൽമ് ശേഷമുള്ളവർക്ക് ലഭ്യമായിട്ടില്ല. സാധിച്ചിട്ടുള്ളൂ എന്ന് മാത്രമല്ല, അതിൽ അവർ അഭിമാനം കൊള്ളുകയാണ്. ഞാൻ ശാഫിഈ മദ്ഹബുകാരനാണെന്ന് പറയാൻ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഒരു മടിയും ഇല്ല. ഇമാം ഗസ്സാലി ചില്ലറക്കാരനല്ല. ഇമാമുൽ ഹറമൈനി റഹ്മത്തുള്ളാഹി അലൈഹിമ അവരാരും ചില്ലറക്കാരല്ല. അവർക്ക് വലിയ വലിയ പണ്ഡിതന്മാരാണ്. പക്ഷേ അവരെല്ലാം 4 മദ്ഹബിൻ്റെ ഇമാമീങ്ങളെ അനുസരിച്ചും അംഗീകരിച്ചും അവരെ അനുധാവനം ചെയ്തും ജീവിക്കുകയാണ്. ഇതേപോലെ നമുക്കറിയാം, വിശ്വാസപരമായ വിഷയങ്ങൾ, എല്ലാ സംശയമുണ്ടാക്കുന്നവരുടെയും സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകി വിശ്വാസപരമായ വിഷയങ്ങൾ സമൂഹത്തിന് എത്തിച്ചു കൊടുത്ത പ്രഗത്ഭരായ 2 ആലിമീങ്ങളാണ് മഹാനായ അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹും അബൂ മൻസൂറിനിൽ മാതുരീദി റളിയല്ലാഹു അൻഹും. അവരെല്ലാം അബൂ മൻസൂറിൽ മാതുരീദി റളിയല്ലാഹു അൻഹു ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പിന്തുടർന്നുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇമാം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു മറ്റ് ഇമാമിങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അവർക്കിടയിലൊന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല. അവരെല്ലാം അഭിപ്രായ ഐക്യത്തിലാണ്. അതേ, വിശ്വാസപരമായ വിഷയത്തിൽ എന്തെങ്കിലും ശാഖാപരമായ ഭാഷാപരമായ ലഫ്ളിയായ ചർച്ചകൾ ഉണ്ടാകുമെന്നല്ലാതെ ആശയത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളോ അവർക്കിടയിലും യഥാർത്ഥത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. മറിച്ച് നിങ്ങൾക്കറിയാം, ശാഫിഈ മദ്ഹബുകാരനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു, ശാഫിഈ മദ്ഹബുകാരനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, അവർ ശാഫിഈ മദ്ഹബ് വിവരിക്കുമ്പോൾ കൃത്യമായി വിവരിക്കുകയും ചിലപ്പോൾ ശാഖാപരമായ വിഷയത്തിൽ ഹനഫി മദ്ഹബിനെ ചിലപ്പോൾ ഗണ്ണിക്കുകയും ചെയ്യും. പക്ഷേ ആ ഇമാം ഇബ്നു ഹജർ തങ്ങൾ തന്നെ ഖൈറാത്തുൽ ഹിസാൻ എന്ന് പറഞ്ഞ് ഫീ മനാഖിബി അബീ ഹനീഫത്ത് നുഅ്മാൻ എന്ന പേരിൽ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം പറയാൻ വേണ്ടി കിതാബ് എഴുതുകയാണ്. കാരണം 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് വേഗം പറഞ്ഞാൽ മനസ്സിലാകും. അതെ, കോൺഗ്രസും BJPയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് ആയിക്കോ, അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോ എന്നൊരു കമ്മ്യൂണിസ്റ്റുകാരും പറയൂല, ലീഗുകാരനും പറയൂല. ഒരു കോൺഗ്രസ് ഒന്നുകിൽ കോൺഗ്രസ് ആയിക്കോ അല്ലെ BJP ആയിക്കോ, അങ്ങനെ അവരും പറയില്ല. കാരണം അവർ അഭിപ്രായ വ്യത്യാസമാണ്. അതേസമയത്ത് ഷാഫിഈ മദ്ഹബിലെ ഫത്വൽ മീൻ എടുത്ത് നോക്ക് നിങ്ങൾ, അതുപോലെ മറ്റ് കിതാബുകൾ എടുത്ത് നോക്ക്. ഇഷ്ടമുള്ള മദ്ഹബ് ആകാം. നിങ്ങൾക്ക് ഹനഫിയാകാം, ഹംബലിയാകാം, മാലിക്കിയാകാം, ഷാഫിയാകാം, ഏതും ആകാം. കാരണം അഭിപ്രായ വ്യത്യാസമില്ല. ഓരോരുത്തർക്കും അവരുടേതായ വീക്ഷണം ഉണ്ട്. അതെല്ലാം ശരിയാണ്. അതിൽ തർക്കങ്ങളൊന്നുമില്ല. അതെ, നിങ്ങൾക്ക് അലോപ്പതിയാകാം, നിങ്ങൾക്ക് ഹോമിയോപ്പതി ആകാം, നിങ്ങൾക്ക് ആര്യവൈദ്യമാകാം, ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ചികിത്സാ വഴികൾ പിന്തുടരാം. അങ്ങനെ ഉണ്ടല്ലോ. യുനാനി 4 മദ്ഹബാണ് ചികിത്സയുടെ രംഗത്ത്. അതേതും ആകാം. അതേ സമയത്ത് 2 കൂടി ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. അതേ, ആര്യവൈദ്യൻ തന്ന ഒരു കഷായവും കുറച്ച് തൈലവും കുറച്ച് മരുന്നും, പഥ്യം ഒരു അലോപ്പതിയുടെ പഥ്യവും, അങ്ങനെ ചികിത്സിച്ചാൽ പിന്നെ ഖബറും കുഴിച്ച് തുടങ്ങുന്നതാണ് നല്ലത്. ഇതുപോലെ സുബ്ഹാനല്ലാഹ്, നിസ്കാരത്തിലേക്ക് കടന്നിട്ട് ഒരു കാര്യം ഹനഫി, ഒരു കാര്യം ഷാഫി, ഒരു കാര്യം ഹംബലി, അങ്ങനെ പറ്റൂല. ഒരു നിസ്കാരം നിർവഹിക്കും. ആ നിസ്കാരം ആദ്യം മുതൽ അവസാനം വരെ അത് ഒരേ മദ്ഹബിലായിരിക്കണം, അല്ലെങ്കിൽ എല്ലാം പൊട്ടിപ്പോകും. അതിന് തൽഫീഖ് എന്ന് പറയും. അത് പാടില്ല. എന്നാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഒന്ന് ഇല്ലായ്മ ചെയ്യണമെന്നുദ്ദേശിച്ച കക്ഷികൾ അവരെന്ത് ചെയ്തു? ഇമാം ബുഖാരി റിപ്പോർട്ടുന്ന ഹദീസിൽ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ ബാക്കി, ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ, ഒരു മുജ്തഹിദും ഇല്ലാത്ത കാലഘട്ടം വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇത്തഖദന്നാസ് റൂസൻ ജുഹാല,
ആളുകൾ പല ജാഹിലീങ്ങളെയും വിവരമില്ലാത്തവരെയും നേതാക്കളാക്കി അവതരിപ്പിക്കുകയും അവരോധിക്കുകയും ചെയ്യുന്നു. ഫസുഇലു ഫഅഫ്തൗ ഫദല്ലു ഫഅദല്ലു. അവർ വലിയ പണ്ഡിതന്മാരാണ്, ഞാനും ഷാഫി ഇമാമിനെ പോലെയാണെന്നൊക്കെയുള്ള ധാരണയിൽ വർത്താനം പറയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളെ നാട്ടിലൊക്കെ കുയ്യാനാന്നൊരു സാധനമുണ്ട്. കുയ്യാന ഞാനൊരു ആനയാണെന്ന് വിചാരിച്ചിട്ട് മരത്തടി പിടിക്കാൻ പോയി എങ്ങനെ ഉണ്ടാവും സുഹൃത്തുക്കളെ? അതുപോലെ ഇവരും ഖുർആൻ എടുത്തിട്ട് നിയമം പറയാൻ ഇറങ്ങാണ്. എന്തൊരു അബദ്ധമാണ്! അങ്ങനെയുള്ള അബദ്ധം ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? അവർ സ്വയം പിഴക്കുന്നു, മറ്റുള്ളവരെ പിഴപ്പിക്കുന്നു. ഇങ്ങനെ ഒരു നാളുകൾ വരാനുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പ്രസ്താവിച്ചത് നമ്മളിപ്പോൾ ഇങ്ങനെ കാണുകയാണ്. ഞാൻ പറയട്ടെ, മൗലവി ചേകനൂർ വന്നു. അദ്ദേഹം വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഖുർആൻ അനുസരിച്ചാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു പുസ്തകം എഴുതി, എൻ്റെ അടുക്കലുണ്ട് പുസ്തകം. അതിൻ്റെ പേര് നമസ്കാരം എപ്പോൾ എത്ര എങ്ങനെയെന്നാണ്. അതിൻ്റെ ചട്ടയിൽ അതിൻ്റെ പരസ്യമുണ്ട്. പരസ്യം എങ്ങനെയാണ്? നമസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും കഷ്ടപ്പാടോർത്ത് നമസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ ഗ്രന്ഥം. അതിലദ്ദേഹം പറയുന്ന പ്രമേയം എന്താണ്? ളുഹ്ർ നിസ്കരിച്ചാൽ നരകത്ത് കിടക്കും, മഗ്രിബ് നിസ്കരിച്ചാലും നരകത്ത് കിടക്കും, സുബഹി നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ സൂര്യൻ ഉദിച്ചിട്ടാണ് നല്ലത്. പിന്നെ അദ്ദേഹം അതിൽ പറയുന്നു അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് നിസ്കാരത്തിൽ പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും, മുശ്രിക്കായി പോകും. അതിന് തെളിവ് ഖുർആൻ. ലാ തദൂ മഅല്ലാഹി അഹദാ എന്ന് ഖുർആനിലുണ്ട്. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുദ്ധരിച്ചിട്ട് ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കാക്കി പ്രഖ്യാപിച്ച് അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ജൂതനായി പ്രഖ്യാപിച്ച്, ഇമാം ബുഖാരി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒക്കെ ജൂതന്മാരായി പ്രഖ്യാപിച്ച് അദ്ദേഹം പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ നാശം ചെറുതാണോ? അതാണ് നബി തങ്ങൾ പറഞ്ഞത്, സ്വന്തം പിഴക്കുന്നു, മറ്റുള്ളവരെ പിഴപ്പിക്കുന്നു. ഇപ്പോഴുമുണ്ട് അങ്ങനത്തെ ചിലതൊക്കെ ഇങ്ങനെ രംഗത്ത് വരുന്നുണ്ട്. ഇപ്പം അടുത്തൊരു ചങ്ങാതി അവൻ പൊരുൾ പറയാണ്, ഖുർആൻ്റെ പൊരുൾ പറയാണ്. അവൻ അതിലെന്താ പറയുന്നത്? തനസ്സലുൽ മലായിക എന്നുണ്ട്. അതേ സൂറത്തുൽ ഖദറിൽ അവിടെ തനസ്സലു എന്നല്ല, തനസ്സല എന്നാണ് അയാളെ വകയിൽ. തനസ്സലു എന്നുള്ള മൗലവിമാർക്ക് കൂടി ആക്കിയതാ. അതുകൊണ്ട് തനസ്സല എന്നാണ് അവിടെ വേണ്ടത്. കാരണം ലൈലത്തുൽ ഖദർ ഇപ്പില്ല. അത് പണ്ട് കാലത്ത് ഒരു ദിവസം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു പോയി. അതുകൊണ്ട് അന്ന് ഇറങ്ങിയിരുന്നു എന്നാണ് അവിടെ പറഞ്ഞ്, ഇറങ്ങൂന്നല്ല. അതിന് ഖുർആനിൽ തനസ്സലു എന്നല്ലേ ഉള്ളു. അതൊക്കെ ഈ മൗലവിമാർ ചെയ്താണ് എന്ന് പറഞ്ഞ് ആലിമീങ്ങളെ തള്ളിപ്പറഞ്ഞ്, മുൻഗാമികളായ മുസ്ലിമീങ്ങളെ മുഴുവൻ തള്ളിപ്പറഞ്ഞ് ഖുർആനിൽ സംശയം ഉണ്ടാക്കുകയാണ്. അവൻ ഖുർആൻ്റെ പൊരുൾ പറയാണ് എന്നാ പറയും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇങ്ങനത്തെ ധാരാളം സാധനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് പറയട്ടെ, നമ്മുടെ ചെറുപ്പക്കാരായ മുതഅല്ലിമീങ്ങൾ നന്നായി പരിശുദ്ധ ഖുർആനും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി ഹദീസും അതിന് മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞ വിശദീകരണങ്ങളും നന്നായി പഠിക്കണം. അങ്ങനെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ ഉണ്ടാകണം. കഴിഞ്ഞ മുശാവറയിൽ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമയുടെ അധ്യക്ഷതയിൽ ചേർന്ന മുശാവറയിൽ കുറേയേറെ തീരുമാനങ്ങൾ എടുത്തു. എന്തുകൊണ്ട്? നമ്മുടെ മുതഅല്ലിമീങ്ങൾ ഇൽമിൻ്റെ വിഷയത്തിൽ പിന്നിലായി പോകരുത്. ബിരുദമെടുക്കുന്ന പണ്ഡിതന്മാർ അവർ കഴിവുള്ളവരും കേൾപ്പുറ്റവരുമാകണം. അവർക്ക് ദീനിയായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കണം. അതിനാവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. അതിപ്പോൾ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഇപ്പം സുബ്ഹാനല്ലാഹ്, ഒറ്റ മാസം കൊണ്ട് ബിരുദം കൊടുക്കുന്നവരും അതേപോലെ തന്നെ ഓൺലൈനിൽ ബിരുദം കൊടുക്കുന്നവരും അങ്ങനെ തുടങ്ങിയിട്ട് ബിരുദ ബിസിനസ്സുകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ആയാൽ പറ്റില്ല. കെൽപ്പുറ്റ ഉസ്താദുമാരിൽ നിന്ന് കിതാബ് ഓതി പഠിക്കണം. ഓതേണ്ട കിതാബുകളെല്ലാം പഠിക്കണം. എന്നിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങണം. സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ പോരാ. പിന്നെയോ ഇവിടെ എത്ര മുതലാളിമാരുണ്ട്, ഈ വയനാട്ടിലുണ്ട്, നാട്ടിലുണ്ട്. അവരെ കയ്യിൽ എത്ര ആധാരങ്ങളാണ്, എത്ര ഡോക്യുമെൻസുകളാണ്. പക്ഷേ അവരെ കൈവശത്തിൽ ഭൂമിയില്ല. അവർ പഴയകാലത്ത് ജമ്മിമാരായിരുന്നു. ആ ജമ്മിമാരുടെ അവരുടെ അധികാരത്തിലുള്ള ഭൂമിയുടെ ഒരുപാട് ആധാരങ്ങൾ അവരെ പെട്ടിയിലുണ്ട്. പക്ഷേ അവരുടെ കൈവശത്തിൽ ഭൂമിയില്ല. ഇതുപോലെ കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അതുപോരാ. മറിച്ച് നമ്മുടെ കൈവശത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദീന് വേണം, ദീനിനോടുള്ള കൂറ് വേണം, ദീനനുസരിച്ച് ജീവിക്കുന്നവരെ വളർത്തിയെടുക്കണമെന്ന ചിന്ത വേണം.
അവിടെ ജനങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ട വലിയ ബാധ്യതയാണ് പണ്ഡിതന്മാർക്കുള്ളത് എന്ന ബോധം വേണം. ഒരു സ്ഥലത്തൊരു യുക്തിവാദി പ്രസംഗിക്കുന്നു, നമ്മൾ തലയെക്കെട്ടും കെട്ടിയിട്ട് അവിടെ പോയി നിൽക്കാൻ പാടില്ല, നമ്മൾ അവിടെ പോയി അത് കേൾക്കാൻ പാടില്ല. അത് കേൾക്കുമ്പോൾ അതാ മുസ്ലിയാർ കേൾക്കുന്നുണ്ടല്ലോ, പിന്നെ അങ്ങക്ക് കേട്ടൂടെ എന്നാണ് ഒരു സാധാരണക്കാരൻ ചിന്തിക്കുക. അവനത് കേട്ടിട്ടൊരു സംശയം അവൻ്റെ ഖൽബിൽ വന്നാലോ, അള്ളാഹുവിനെ കുറിച്ച് സംശയം വന്നാൽ പിന്നെ അവൻ്റെ ഈമാൻ പോയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സംശയം വന്നാൽ അവൻ്റെ ഈമാൻ പോയില്ലേ? അതിൻ്റെ ഉത്തരവാദി ഈ തലപ്പാവും ധരിച്ച് ഞാൻ പോയി അവിടെ നിന്നതാണെങ്കിൽ ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരാളെ ഈമാൻ തെറ്റിച്ചതിന് കാരണക്കാരനായില്ലേ? ഞാനതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളണ്ടേ? എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. ഖുർആൻ പറഞ്ഞില്ലേ, വൈദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅഅരിദ് അൻഹും ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരി. പരിശുദ്ധ ഖുർആനിൽ അനാവശ്യമായി കടന്നു ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ, അവരെ നിങ്ങൾ കണ്ടാൽ അവരിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു കളയണം, ആ ഭാഗത്ത് പോകാൻ പാടില്ല. ഏതെങ്കിലും ഒരു പുത്തൻവാദി പ്രസംഗിക്കുകയാണ്, അവിടെ ഒരു മുസ്ലിയാരും തലക്കെട്ടും കെട്ടിപ്പോയി നിന്നിട്ട് അവനെന്താ പറയുന്നത് നോക്കട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. കാരണം അപ്പോൾ സാധാരണക്കാരും പോയി നിൽക്കൂലേ അവിടെ? അവൻ ഒരു സംശയം ഉണ്ടാക്കിയാൽ ആ സംശയം ഖൽബിൽ നിന്ന് നീക്കാൻ ചിലപ്പോൾ നമ്മളെ കൊണ്ട് കഴിഞ്ഞോളണമെന്നുണ്ടോ? വളരെ ശ്രദ്ധിക്കണം. ഫഅഅരിദ് അൻഹും, അത്തരം ആശയക്കാരിൽ തിരിഞ്ഞു കളയണം എന്നാണ് ഖുർആൻ പറയുന്നത്. ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരി, അവർ ആ പരിപാടി നിർത്താത്ത കാലത്തോളം, അവർ അതിൽ നിന്ന് പിന്തിരിയുന്നത് വരെ അവരുടെ സദസ്സിൽ തന്നെ പോയി ഇരിക്കാനോ നിൽക്കാനോ നോക്കാനോ പാടില്ല. വഇമ്മാ യുൻസിയന്നക ശൈത്വാനു, പിശാച് നിന്നെ മറപ്പിച്ചു കളഞ്ഞാൽ, ഫലാ തഖഉദ് ബഅദ ദിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ, ഓർമ്മയായാൽ അക്രമികളുടെ കൂടെ ഇരിക്കരുത്. അക്രമികളുടെ കൂടെ ഇരിക്കാൻ പാടില്ല. അക്രമം എന്ന് പറഞ്ഞാൽ എന്താ? ക്രമം തെറ്റി പ്രവർത്തിക്കുന്നതിനാണ് അക്രമം എന്ന് പറയുന്നത്. അനീതി എന്ന് പറഞ്ഞാൽ നീതി ഇല്ലാതിരിക്കലല്ലേ അനീതി. ഇതേപോലെ ക്രമം തെറ്റുക, എന്തിനും ക്രമങ്ങളുണ്ട്, ആ ക്രമം അനുസരിച്ച് തന്നെ വേണം. അക്രമം പാടില്ല. അങ്ങനെ ഇവർ ചെയ്യുന്നത് കടുത്ത അക്രമമാണ്. ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യാണ്, ഖുർആനെ പരിഹസിക്കുകയാണ്. ആ സമയത്ത് അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇന്നലെ എനിക്ക് ഒരാൾ ഒരു ക്ലിപ്പ് അയച്ചു തന്നു. അത് ഒരു മൗലവിയുടെ ക്ലിപ്പാണ്. അദ്ദേഹം മുമ്പ് നാദാപുരത്ത് വന്ന് പ്രസംഗിച്ച ഒരാളാണ്. ആ പ്രസംഗം അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഓരോ വിഷയങ്ങളും ഞാൻ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടും ഇമാമിങ്ങളെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ടും ഗണ്ണിച്ചിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഞാനത് വിവരിക്കുന്നില്ല, നമുക്ക് ആദർശ സമ്മേളനങ്ങൾ വയനാട്ടിലൊക്കെ വരാനുണ്ട്. നാളെ നമുക്ക് ഗൂഡല്ലൂരിലും നീലഗിരിയിലും അതുപോലെ വയനാട്ടിൽ തന്നെയും അമ്പലവയലിലും ആദർശ സമ്മേളനമുണ്ട്. പിന്നെ അങ്ങോട്ട് ഓരോ ദിവസം ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമുക്ക് പറയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പോൾ ഞാനതിൽ കടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ മൗലവി, ഞാൻ കാസർഗോഡ് ഭാഗത്ത് നിന്ന് 2-3 ദിവസം മുമ്പ് ആദർശ സമ്മേളനത്തിൽ പ്രസംഗിച്ചിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കുന്നത് എന്താണ്? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻജിതമഅത്തിൽ ഇൻസു വൽ ജിന്നു വൽ മലായികതു വസ്സയാതീനു അലാ അൻ യുഹർരികൂ ഫി ഹാദൽ ആലമി ഫിൽ ആലമി ദർറതൻ ഔ യുസക്കിനൂഹാ ബിഗൈരി മശീഅത്തില്ലാഹി തആല വഇറാദതിഹി ലഅജസൂ അൻ ദാലിക. ലോകത്തുള്ള എല്ലാ മനുഷ്യരും, എല്ലാ മലക്കുകളും, എല്ലാ ജിന്നുകളും, എല്ലാ സൃഷ്ടികളും, ശൈത്താന്മാരടക്കം അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരു കാര്യം, അതേ മഹാനവറുകൾ പറഞ്ഞു, അലാ അൻ യുഹർരികൂ ദർറതൻ ഫിൽ ആലം, ലോകത്ത് ഒരു അണുവിനെ ചലിപ്പിക്കണം എന്നുദ്ദേശിച്ചു. ഔ യുസക്കിനൂഹാ, അല്ലെങ്കിൽ ഒരു അണുവിനെ നിശ്ചലമാക്കണമെന്നുദ്ദേശിച്ചു. ബിദൂനി മശീഅത്തില്ലാഹി തആല, അള്ളാഹു ഉദ്ദേശിക്കാതെ. അങ്ങനെ ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ലഅജസൂ അൻ ദാലിക, സാധ്യമേ അല്ല. അള്ളാഹു ഉദ്ദേശിച്ചതേ ഇവിടെ നടക്കുകയുള്ളൂ. മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. യഥാർത്ഥത്തിൽ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. നബി തങ്ങൾ ദുആ ചെയ്തില്ലേ, അസ്തഖ്ദിറുക ബിഖുദ്റതിക ലിഅന്നക തഖ്ദിറു വലാ നഖ്ദിർ, ഞങ്ങൾക്ക് സ്വന്തം കഴിവില്ല അല്ലാഹ്, കഴിവുള്ളവൻ നീ മാത്രമാണ്, അതുകൊണ്ട് തന്നെ നിന്നോട് ഞങ്ങൾ കഴിവ് ചോദിക്കുന്നു. അപ്പോൾ ഒരു കഴിവും സ്വന്തത്തിൽ ഒരു നബിക്കുമില്ല, ഒരു മഹാനുമില്ല, അള്ളാഹു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് ഞാൻ മുമ്പ് നാദാപുരത്ത് പ്രസംഗിച്ചിരുന്നു.
ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഉദാഹരണം. നിങ്ങളാരും ഒരാൾ ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോഴേക്ക് മുശിരിക്കാന്ന് പറയണ്ട. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കാക്കുന്നവൻ അള്ളാഹു അല്ലേ? അതെ, കാവലിനെ സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ്. പക്ഷേ ബദരീങ്ങൾ ഇടപെടും. ബദരീങ്ങൾക്ക് അള്ളാഹു തആല അങ്ങനെ ചില കഴിവുകൾ കൊടുക്കും. അങ്ങനെ അവരിടപെടും. ആ ഇടപെടുന്നു എന്ന നിലക്ക് ഒരാൾ ബദരീങ്ങളെ കാക്കണേ, അല്ലെ മുഹീദ്ദീൻ ശൈഖെ കാക്കണേ എന്ന് പറയുമ്പോഴേക്ക് അയാൾ മുശ്രിക്കാണെന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വിശദീകരിച്ചു. അന്ന് വിശദീകരിച്ചു. ഇന്നും നിങ്ങൾക്ക് അന്നത്തെ ക്ലിപ്പ് കേട്ടാൽ കാണാം. ഞാനന്ന് വിശദീകരിച്ചു. ഒരു കഴിവില്ലാത്തൊരു ബാപ്പ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ മകൻ പോയിട്ട് പറഞ്ഞു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണേ. ബാപ്പാക്ക് കല്ലെടുക്കാനാവില്ല, മരം എടുക്കാനാവില്ല, ഒരു ചാക്ക് സിമെൻറ്റ് പോയിട്ട് ഒരു കത്തി സിമെൻറ്റ് എടുക്കാൻ കഴിയൂല. ആ ബാപ്പാനോട് വീടുണ്ടാക്കി തരണേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ അർത്ഥം വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണേ. ഒന്നുകിൽ നിങ്ങൾ സ്ഥലം അനുവദിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പണം കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളെ പൊരുത്തം തരണം, അല്ലെങ്കിൽ നിങ്ങളെ സമ്മതം തരണം. അങ്ങനെ ഒരുപാട് മേനകളാകാം. ആ ബാപ്പക്ക് കഴിയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേനകളാകാം. പക്ഷെ പറഞ്ഞത് വീടുണ്ടാക്കി തരണേന്നാ, ഉണ്ടാക്കി തരാൻ കഴിയൂല. അപ്പം ഏതൊരാളോടും ഒരു വിഷയത്തിന് പറയുമ്പോൾ ആ പറയപ്പെടുന്ന വ്യക്തിക്ക് കഴിയുന്നതാണ് ചോദിക്കുന്നത്. എത്രത്തോളം അള്ളാഹ് തന്നെ പറഞ്ഞങ്ങനല്ലേ, ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹു തആല നബി തങ്ങൾക്ക് സ്വലാത്ത് നിർവഹിക്കുന്നു. അല്ലാഹു തആല മഹത്തായ അനുഗ്രഹം നൽകുന്നു. നമ്മൾ അങ്ങനെയല്ലേ അർത്ഥം വെക്കാറ്? ശേഷം അള്ളാഹ് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു സല്ലു, നിങ്ങൾ സലാത്ത് നിർവഹിക്കുവിൻ. നമ്മളെ കൊണ്ട് സലാത്ത് നിർവഹിക്കാനാവൂ? അള്ളാഹ്ക്കല്ലേ കഴിയുള്ളൂ. അപ്പോൾ പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? ഇമാം റാസി വിശദീകരിച്ചു. സല്ലു എന്ന് പറഞ്ഞാൽ സലാത്ത് നിർവഹിക്കൂ എന്നതിൻ്റെ നേരെ അർത്ഥം. പക്ഷേ ഉദ്ദേശം എന്താ? നിങ്ങൾക്ക് സലാത്ത് നിർവഹിക്കാൻ കഴിയില്ല, അപ്പോൾ നിങ്ങൾ എന്ത് വേണം? സലാത്ത് നിർവഹിക്കാൻ കഴിയുന്ന പടച്ചവനോട് പറയണം എന്നതിൻ്റെ അർത്ഥം. സല്ലു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സലാത്ത് പറയണം, സലാത്ത് ചെയ്യാൻ, അനുഗ്രഹം ചെയ്യാൻ അള്ളാഹുവിനോട് പറയണം. പറഞ്ഞ വാചകം എന്താണ്? സല്ലു, നിങ്ങൾ സലാത്ത് നിർവഹിക്കണം എന്നാണ് പറഞ്ഞ്. പക്ഷെ അതിൻ്റെ ഉദ്ദേശം ഇതാണ്. ഇങ്ങനെ ഉദ്ദേശം നോക്കാതെ വെറും വാക്കിൻ്റെ മേലെ പിടിച്ച് ആളുകളെ കാഫറാക്കരുത്, മുശ്രിക്കാക്കരുത്, മുഖ്യധാര മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കരുത്. ഇത് വളരെ കൃത്യമായി ഉദാഹരണ സഹിതം ഞാൻ വിശദീകരിച്ചതാണ്. അത് നാദാപുരത്ത് വിശദീകരിച്ച് കൊല്ലം കുറേ ആയി. പക്ഷേ ആ ചങ്ങാതി എന്താ ചെയ്തറിയോ? 2 ദിവസം മുമ്പ് കർണാടകയിൽ പോയിട്ട് പറയാണ്, പേരോട് ആകെ മാറിയിരിക്കുകയാണ്, പണ്ട് നാദാപുരത്തുള്ള പോലെയൊന്നല്ല. നാദാപുരത്ത് പറഞ്ഞല്ലോ ഇപ്പം മാറ്റി പറയാണ്. അതിന് ഈ ഉദാഹരണമാണ് അയാൾ ഉദ്ധരിക്കുന്നത്. ഇത് ഞാൻ ഇപ്പം ഞാൻ കാസർഗോഡ് നിന്ന് പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹവുമായി ഗണ്ണന പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞത് ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റൂ. പക്ഷേ അയാൾ ആളുകളെ കബളിപ്പിക്കുകയാണ്, പച്ചക്കള്ളം പറഞ്ഞ് കബളിപ്പിക്കുകയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിർ സമാനിൽ വരുന്ന വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അതേ കൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന, കബളിപ്പിക്കുന്നവർ വരും, ഖദ്ദാബൂന, ധാരാളം കളവ് പറയുന്നവർ വരും. അവരുടെ സ്വഭാവം നിങ്ങളുടെ ബാപ്പമാരും നിങ്ങളും പഴയ കാലത്ത് കേൾക്കാത്ത പുതിയ വർത്തമാനവുമായി വരും. അവർ നിങ്ങളെ പഴപ്പിച്ച് കളയരുത് എന്ന് പറഞ്ഞു. ഈ പുത്തൻവാദികളെ മുസ്ലിം ഉമ്മത്ത് വളരെ നന്നായി ശ്രദ്ധിക്കണം. അവരുടെ പ്രസംഗങ്ങൾ കേട്ടാൽ സംശയങ്ങൾ വരും. ആ സംശയങ്ങൾക്ക് പിന്നെ മറുപടി പറയാൻ സമയം കണ്ടെത്തേണ്ടി വരും. അതിനാൽ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ശരിയായ ദീൻ പഠിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കി നമ്മുടെ മുൻഗാമികൾ ജീവിച്ചതുപോലെ ജീവിക്കണം. വമാ അലല്ലദീന യത്തഖൂന മിൻ ഹിസാബിഹിം മിൻ ശൈഇ വലാകിൻ ദിക്റാ ലഅല്ലഹും യത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്ബോധനമായി പറഞ്ഞു തന്നതാണ്. വിശദീകരിച്ചപ്പോൾ പറയാൻ സമയമില്ല. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ പലതും ഇങ്ങനെ വരും. ഞാൻ ഒരു ചെറുപ്പക്കാരനായ ഒരാൾ, നല്ല തലയെക്കെട്ടും കുപ്പായൊക്കെ ഇട്ട ഒരാൾ, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതായി ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞ വിഷയം ശത്രു സംഹാരത്തിന് ഒരു ദിക്ർ എന്ന നിലക്ക് അദ്ദേഹം സംസാരിച്ചു. ഞാൻ 2 ദിവസം മുമ്പ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനത്തെ സംഗതികളൊന്നും പറഞ്ഞ് ആളുകൾ കൺഫ്യൂഷൻ ആക്കരുത് എന്ന് പറഞ്ഞു. എനിക്കാരാണ് പറഞ്ഞ ആളെന്ന് എനിക്കന്നറിയില്ല, മനസ്സിലാക്കിയിട്ടില്ല, എന്താ വിഷയമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേട്ടതനുസരിച്ച് പറഞ്ഞു. ഇന്ന് വൈകുന്നേരം ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയതിന് ശേഷം വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത് അതബ് കേടായിപ്പോയെങ്കിൽ ഒന്നും വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അവർ അതബ് കേടൊന്നുമില്ല. പക്ഷേ എൻ്റെ സ്വന്തം മകനാണെങ്കിലും എൻ്റെ സ്വന്തം ശിഷ്യനാണെങ്കിലും ഇനി ഞാൻ തന്നെയാണെങ്കിലും പറഞ്ഞ ആശയത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അത് പരസ്യമായി പോയാൽ പരസ്യമായി തിരുത്താതെ നിർവാഹം ഉണ്ടാവില്ല. അതുകൊണ്ട് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. തിരുത്തേണ്ടത് തിരുത്താതിരിക്കാൻ നിർവാഹം ഉണ്ടാവില്ല. പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ തന്നെ അത് എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞാൽ കൂടുതൽ നല്ലതാണ്. പക്ഷേ അള്ളാഹ് പറയാമെന്ന് പറഞ്ഞു. അദ്ദേഹം നല്ല കുട്ടിയാണ്, അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ.
ഞാൻ പറഞ്ഞു വന്നത്, ദീനിൻ്റെ കാര്യം പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇന്നത്തെ ലോകത്തെക്കുറിച്ച് ആലോചിക്കണം. 4 ഭാഗത്തും യുക്തിവാദിയും നിരീശ്വരവാദിയും മതവിരോധിയും പുത്തൻവാദിയും ഈമാൻ തെറ്റിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് കൺഫ്യൂഷനാകുന്ന വിഷയങ്ങളും സംശയങ്ങളുണ്ടാക്കുന്ന വിഷയങ്ങളും പറയാൻ പാടില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ബിമാ യഅരിഫൂൻ, ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിഷയങ്ങൾ പറയണം. അത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ എടുത്ത് ഉദ്ധരിച്ചില്ലേ? കാരണം വളരെ ശ്രദ്ധിക്കണം ദീനിൻ്റെ ദഅവത്തിൻ്റെ രംഗത്ത്. ഇനി മറ്റൊരു ടീം, അതേതാണെന്നറിയോ? ഇപ്പോൾ ഒരു ടീമുണ്ട്. അവരുടെ പരിപാടി നല്ല നീളക്കുപ്പായി ഇടുക, തലേക്കെട്ട് കെട്ടുക, ഒരു തസ്ബീഹ് മാലയിൽ അതും കൈപിടിക്കുക. സംഗതി എന്തല്ല, മുയിലാറല്ല. പിന്നെ എന്താ പരിപാടി? മൂല്യന്മാരിങ്ങനൊക്കെ പറയുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, എന്നിട്ട് അവരെ വകയിൽ കുറേ സംഗതി, അതിന് അവർ പേരുടെ ട്രോളുന്നോ എന്തെങ്കിലും പേര് പറയും. എന്നിട്ട് മൊയിലാരുടെ രൂപത്തിൽ പറയാൻ പറ്റാത്ത സംഗതി പറയുക, എന്നിട്ട് ക്ലിപ്പാക്കിയിട്ട് വിടുക. മൊയിലാന്മാരിങ്ങനൊക്കെ പറയുന്നു എന്നിട്ട് ആളുകൾ ഈമാൻ തെറ്റിക്കുക. അവർക്കെന്താണ്? അവർക്കതിനൊക്കെ സംഖ്യ കിട്ടാനുണ്ട്, എത്ര ആൾ കേൾക്കാനുണ്ട്, അതനുസരിച്ച് പണം കിട്ടാനുണ്ട്. യൂട്യൂബുകാരും അല്ലാത്ത ആളൊക്കെ പൈസ കൊടുക്കാനുണ്ട് എന്നാണ് പറയുന്നത്. സുബ്ഹാന ജല്ല ജലാലു. നമ്മളൊന്നും ഇതുവരെ 5 പൈസ അമ്പകയിൽ വാങ്ങിയിട്ടുമില്ല, കിട്ടിയിട്ടുമില്ല, വാങ്ങാനായിട്ട് വിചാരിച്ചിട്ടുമില്ല. അതേ സമയത്ത് എങ്ങനെങ്കിലും പണം ഉണ്ടാക്കണം എന്നാണ് ചിലരുടെ ധാരണ. അതിന് ആളുകൾ കേൾക്കാൻ വേണ്ടി മുസ്ലിയാരെ വേഷത്തിൽ ദീനിന് പറയാൻ പാടില്ലാത്ത പലതും പറയുക. മുലാമാരിങ്ങനൊക്കെ പറയുന്നിടുന്ന് വരുത്തി തീർക്കുക. അവരോട് ഒരൊറ്റ കാര്യം പറയാൻ, മുസ്ലിമീങ്ങളാണെങ്കിൽ അവരോടൊരു കാര്യം പറയാം, അല്ലാത്തവരോട് വേണ്ട കാര്യമില്ലല്ലോ. ഇതിൻ്റെ ശേഷം അല്ലാഹു തആല പറയുന്നത് എന്താണ്? വദറില്ലദീനത്തഖദൂ ദീനഹും ലഇബൻ വലഹ്വാ. ദീനിനെ കളിയും തമാശയുമാക്കിയ കക്ഷികൾ, അവരെ വിട്ടേക്കൂ നബിയേ. വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയ, അവരെ ദുന്യവിയായ ജീവിതം വഞ്ചിച്ചിരിക്കുന്നു. അവർക്ക് പണം വേണം, അവർക്ക് പൈസ വേണം, അതിനെന്തും ചെയ്യാൻ തയ്യാറാണവർ. അവർ വലിയ ഹലാക്കിലേക്ക്, നാശത്തിലേക്ക് പോയി വീഴുകയാണ്. ഖുർആൻ ഓതിയിട്ട് അവർക്ക് ഉത്ബോധനം നടത്തൂ നബിയേ. അവർ ദീനിനെ പരിഹസിക്കുകയാണ്, ദീനിനെ കളിയാക്കുകയാണ്, ദുനിയാവിൽ കാര്യം കിട്ടാൻ വേണ്ടിയാണ്. വദക്കിർ ബിഹി അൻ തുബ്സല നഫ്സും ബിമാ കസബത് ലൈസ ലഹാ മിൻ ദൂനില്ലാഹി വലിയ്യും വലാ ശഫീ. തെറ്റ് ചെയ്തിട്ട് പടച്ച റബ്ബിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ അല്ലാഹുവല്ലാതെ അവർക്ക് സംരക്ഷകനില്ല, അല്ലാഹുവല്ലാതെ അവർക്ക് റെക്കമെൻഡ് ചെയ്യാനൊരു മഹാനും തയ്യാറാകൂല. വഇൻ തഅദിൽ കുല്ല അദിലിൻ ലാ യൂഖദ് മിൻ, അവിടെ എത്തിയിട്ട് യൂട്യൂബ് മുഖേനയോ അല്ലാതെയോ ഉണ്ടാക്കിയ മുഴുവൻ സംഖ്യയും കൊടുത്താലും അല്ല ഇവിടെ ലോകത്തുള്ളതെല്ലാം കൊടുത്താലും അതൊന്നും അവിടെ വാങ്ങിയിട്ട് പടച്ചവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഉലൈകല്ലദീന ഉബ്സിലൂ ബിമാ കസബൂ, പ്രവർത്തിച്ച തെറ്റായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളാൽ നാശത്തിൽ പോയി ചാടിയവരാണ് അവർ. ലഹും ശറാബും മിൻ ഹമീമിൻ വഅദാബുൻ അലീം, അവർക്കതാ കഠിനമായ ചൂടുള്ള പാനീയം അതേ പടച്ച റബ്ബ് കൊടുക്കുന്നു നരകത്തിൽ വെച്ച്. വഅദാബുൻ അലീം, വേദനിപ്പിക്കപ്പെടുന്ന ശിക്ഷയും നൽകുന്നു. വെറുതെയല്ല, ബിമാ കാനൂ യക്ഫുറൂൻ, അവർ അല്ലാഹുവിൻ്റെ ദീന് കൊണ്ട് കളിച്ചില്ലേ, ആലിമീങ്ങളെ വേഷം കെട്ടി പരിഹസിച്ചില്ലേ, പടച്ചവൻ്റെ ദീന് കൺഫ്യൂഷനാക്കാൻ വേണ്ടി അവർ പലരും പുറത്തിട്ട് ജനങ്ങളെ വഞ്ചിച്ചില്ലേ. അവരവിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയതിനാൽ അവർ നരകത്തിൽ യാതന അനുഭവിക്കുന്നു. അതുകൊണ്ട് പറയട്ടെ, പണം കിട്ടുമെന്ന് മനസ്സിലാക്കി ആലിമീങ്ങളെ പരിഹസിക്കുന്നവരും ആലിമീങ്ങളെ വേഷം കെട്ടി പലതും പറഞ്ഞ് അതിലൂടെ കുറേ യൂട്യൂബിൽ ആളുകൾ കേട്ട് പണമുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നവരും ദുന്യാവ് മാത്രം ചിന്തിച്ചാൽ പോരാ. മുസ്ലിമീങ്ങളാണോ? സ്വർഗത്തിലും നരകത്തിലും വിശ്വാസമുണ്ടോ? ആഖിറത്തിൽ വിശ്വാസമുണ്ടോ? അവർ നന്നായി ആലോചിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല എവിടെയും എപ്പോഴും ഹഖ് ഹഖായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താനും പ്രചരിപ്പിക്കാനും നമുക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്കും മുതഅല്ലിമീങ്ങൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും
തൗഫീഖ് നൽകട്ടെ. ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി ഇന്നേവരെ പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഹസൻ ഉസ്താദിനും അള്ളാഹു നമുക്കും നമ്മുടെ സർവ്വ ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും സുന്നത്ത് ജമാഅത്തിൻ്റെ വിദേശത്തും നാട്ടിലുമുള്ള മുഴുവൻ പ്രവർത്തകർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും നൽകട്ടെ. നല്ല ചിന്തയോടുകൂടി, നല്ല ഈമാനോടുകൂടി, തഖ്വയോടെ ജീവിക്കണം. നമ്മൾ കൃത്യമായി നിസ്കരിക്കണം. അതേപോലെ നോമ്പും സക്കാത്തും ഹജ്ജുമൊക്കെ കൃത്യമായി നിർവഹിക്കേണ്ടതുപോലെ നിർവഹിക്കണം. അതുപോലെ ആരും ലഹരിയുടെ അടിമകളായി പോകരുത്. ഏറ്റവും വലിയ നാശം പിടിച്ച വസ്തുവാണ് റസുക്കുല്ലി ഖതിയ. എല്ലാ തെറ്റിൻ്റെയും അടിസ്ഥാനപരമായ വിഷയമാണ് ലഹരി. ഒരിക്കലും അതിൽ ചെറുപ്പക്കാരോ അല്ലാത്തവരോ പെട്ടുപോകരുത്. നമ്മൾ അള്ളാഹു വിരോധിച്ചതൊക്കെ കൈയൊഴിച്ച് അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് തഖ്വയോടെ, കുറഞ്ഞ കാലമല്ലേ നമുക്ക് ജീവിതമുണ്ടാവുള്ളൂ, ആ ജീവിതം ക്ഷമയോടുകൂടെ വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, അള്ളാഹുവിൻ്റെ പൊരുത്തം കരുതി ക്ഷമിച്ച് ജീവിച്ച് മരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വന്ന് നമുക്ക് സമാധാനം നൽകുന്ന വിധത്തിൽ സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിൻ്റെ കലിമത്തിയൊല്ലി മരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവേ, അതിന് ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ ആളുകൾക്കും ഞങ്ങളെ ദീനീ സംരംഭങ്ങളെയും സംഘടനകളെയും സ്ഥാപനങ്ങളെയും ഇന്നേവരെ സഹായിച്ചവർക്കും നീ തൗഫീഖ് തരണം. അല്ലാഹ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു.